അപ്പോൾ ഗൈസ് എനിക്കാണെങ്കിൽ ഭയങ്കര ദാഹം ലിയോണോട് വെള്ളം എടുത്ത് തരാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഹലോ ഗൈസ്, ഇവിടെ കിടക്കുമായിരുന്നു കുറച്ച് നേരം. അപ്പോൾ ഇവിടെ പറഞ്ഞയച്ച് വെള്ളം എടുത്ത് കൊടുക്കുക. കേട്ടോ ഇറങ്ങി പോകുന്നുണ്ടോ? ഇപ്പോഴായിരുന്നു ഞാൻ എണ്ണീറ്റേ ഗൈസ്. ഇപ്പോഴാണ് ഞാൻ എണ്ണീറ്റിട്ട് നിങ്ങളെ കുളിച്ചിട്ടൊക്കെ കണ്ണൊക്കെ എഴുതി മുഖമൊക്കെ തലയൊക്കെ കെട്ടി ഇതൊക്കെ ഞാനാ സെറ്റാക്കി കൊടുക്കും. സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കുളമാക്കും. ശരിയാ. കഴിഞ്ഞ വർഷം കണ്ണെഴുതിയതാ. ഇവിടെ നിന്ന് ഇത്രയും ഉണ്ടായിരുന്നു കണ്ണെഴുതിയപ്പോൾ. എല്ലാം കൂടി ഇങ്ങനെ വാരിപ്പറ്റി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കുന്നുണ്ട് ഇവിടെയും കൂടെ അങ്ങായി. വിയർത്തപ്പോൾ അവിടെയും കൂടെ. ഗൈസ് എല്ലാവരും അല്ല കുഞ്ഞിനെ ഇരുന്ന് വഴക്ക് പറയുവാണ്. അവിടെ അത്തിരിക്കുന്നു ഞാൻ എൻ്റെ വെള്ളമാണ് ഗൈസ്. അതാണ് ലിയോണയുടെ അമ്മച്ചി. അങ്ങോട്ട് പോയിരിക്കുക. ഗൈസ് ഇതാണ് ലിയോണയുടെ അമ്മച്ചി. വീഡിയോ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിട്ട് 100, 100, 100, 110 ഓടുന്നു. പോയി അങ്ങ് എന്നു. ഞങ്ങൾ താഴെയാണ്. നമ്മുടെ ഫോണും ഞാനും താഴെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കിടക്കുവാണ്. എനിക്ക് ഭയങ്കര പനിയല്ല, ഇച്ചിരി ചുമയൊക്കെ ഉണ്ട്. പള്ളിയിൽ നിന്ന് ചോർക്കയുടെ എന്തോ ഇത് കുടിച്ച് ചൊർക്ക ജ്യൂസ് അത് കുടിച്ചപ്പോൾ ചുമ ഛർദിച്ച്. അപ്പോഴാണ് ഇച്ചിരി ചുമയൊക്കെ വന്നത്. അപ്പം ഗൈസ് നമുക്ക് ഒരു പണിയില്ല, ദൈവത്തെ വിളിച്ച് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങുവാണ്. ഇരുട്ടാണ്, റോഡ് നമ്മൾ നടന്നു പോകുന്നല്ലോ. പേടിച്ചു പോയി. ലിയോണയാണ് മുന്നേല് പോകുന്നത്. കണ്ടോ അപ്പച്ചനെ കാണി. ഇതാണ് ഗൈസ് ലിയോണയുടെ അപ്പച്ചൻ. അപ്പം നമ്മൾ പ്രകൃതി രമണീയമായ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നു. മുമ്പൊക്കെ ഭയങ്കര നല്ല മഴക്കോളായിരുന്നു ഗൈസ്. നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ട്. മുമ്പേ മഴയൊക്കെ നല്ല രീതിയിൽ തിമിർത്ത് പെയ്തായിരുന്നു. കണ്ടാ ലിയോണയുടെ വീട് കാണിച്ചു തരാം. ഇതാണ് ലിയോണയുടെ വീട്. ഇതാണ് എൻ്റെ വീട്. എൻ്റെ അവിടെ ഉള്ളതാണ്. കണ്ടില്ല, മേൽക്കൂര കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ലച്ചുവിൻ്റെ ആദ്യയുടെ വീട്. ഇതെല്ലാവരുടെ വീഡിയോ ഉണ്ടല്ലോ.